റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, റാസി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ്. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 3-ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം എന്നാണ്. കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും 3 ഓപ്ഷൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയുള്ളത് ശരിയിടുക, തെറ്റുള്ളത് തെറ്റിടേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ചോദിച്ചിട്ടില്ല, ഇവിടെ ശരി അടയാളപ്പെടുത്താൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചില പരീക്ഷകളിൽ ശരിയും തെറ്റും അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. ഇവിടെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം തൊഹൂറായ വെള്ളം. അത് എൻ്റെ ഒരു 3 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളനീർ വെള്ളം, അതേപോലെ തന്നെ കുളത്തിലെ വെള്ളം, കഞ്ഞിവെള്ളം. ഇങ്ങനെയാണ് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം തൊഹൂർ പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. അങ്ങനത്തെ ഒരു വെള്ളം ഇവിടെ കുളത്തിലെ വെള്ളമാണുള്ളത് അല്ലേ. മറ്റേത് രണ്ടും അഥവാ കഞ്ഞിവെള്ളം ഇളനീർ വെള്ളമൊക്കെ ത്വാഹിറാണ്. ഇനി രണ്ടാമത്തത് എന്താ? നജസ് അല്ലാത്തത്. ഇവിടെ ഏതൊക്കെയുള്ളത്? രക്തമുണ്ട്, ചലമുണ്ട്, ചത്ത മത്സ്യമുണ്ട്. രക്തം, ചലം ഇതൊക്കെ നജസിൽപ്പെട്ടാണ്. പിന്നെ ചത്ത മത്സ്യം, അതിൽ ചത്ത എന്ന് പറഞ്ഞ ശവമായി, ശവം നജസ്സാണ്. പക്ഷേ മത്സ്യം ആയതുകൊണ്ട് അത് നജസിൽ പെടൂല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി ഇത് ചത്താലും നജസ്സല്ല എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം നജസ്സല്ലാത്തത് ചത്ത മത്സ്യം, നമ്മളതിനെ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് നജസ്സല്ലാത്തത് കൊണ്ടാണ്. ഇനി മൂന്നാമത്തത് സമയം ആയ ശേഷം മാത്രമേ വുളൂ ചെയ്യാൻ പാടുള്ളൂ. ആര്? ചില ആളുകൾ അവർക്ക് സമയമായ ശേഷം മാത്രമേ വുളൂ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ ആൾക്കാരാരാ? ഇവിടെ ഏതൊക്കെ ഉള്ളത്? നിത്യ അശുദ്ധിയുള്ളവർ, കുട്ടികൾ, ശുദ്ധിയുള്ളവർ. ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് നിത്യ അശുദ്ധിയുള്ളവർ സമയമായ ശേഷം വുളൂ ചെയ്യുക. അപ്പോൾ ആരാണ്? നിത്യ അശുദ്ധിയുള്ളവർ. ഇവിടെയാണ് ശരിയിടേണ്ടത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. വുളൂ ഇല്ലാത്ത അവസ്ഥക്ക് പറയുക. വുളൂ ഇല്ലാത്ത അവസ്ഥക്ക് ഒരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ ശുദ്ധി, വലിയ അശുദ്ധി, ചെറിയ അശുദ്ധി. ഏതാണ് ശരി? വുളൂ ഇല്ലാത്ത അവസ്ഥക്ക് ചെറിയ അശുദ്ധി എന്നും കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ അശുദ്ധി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെറിയ അശുദ്ധി ശരിയിടാം. ഇനി അഞ്ചാമത്തത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ഇവിടെ എണ്ണാണ് കൊടുത്തിട്ടുള്ളത്. 5, 3, 6. എത്രയാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ? 5 ആണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിയിടാം. ഇനി ആറാമത്തെ ചോദ്യം എന്താ? നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം. 1-2 കാരണങ്ങൾ കൊണ്ട് നിസ്കാരം പിന്തിക്കാം. എന്നാൽ പിന്തിക്കാൻ പറ്റാത്ത കാരണം, ആ പിന്തിക്കാൻ പറ്റുന്ന കാരണം ഏതാ? ഉറക്കും മറവിയാണ്. അപ്പോൾ ഇവിടെ അത് രണ്ടും അല്ലാത്തത് ഏതാണ്? കളിയാണുള്ളത്. ഇവിടെ ഉറക്കം, കളി, മറവി. അതിൽ ഉറക്കം, മറവി എന്നതുകൊണ്ട് നിസ്കാരം പിന്തിയാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് കളിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കളി എന്ന കാരണം കൊണ്ട് നിസ്കാരം പിന്തിക്കാൻ പറ്റൂല. അപ്പോൾ അതാണ് ശരിയിടേണ്ടത്. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ. നിസ്കാരത്തിൻ്റെ സമയം. ഇവിടെ അവസാന സമയം, ആദ്യ സമയം, സമയത്തിന് ശേഷം. നിസ്കരിക്കേണ്ട സമയം ഏത് സമയത്ത് നിസ്കരിക്കണം എന്ന് നമ്മൾ പഠിച്ചത്? നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്താണ് അല്ലേ. ആദ്യ സമയത്ത് നിസ്കരിക്കണമെന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ശരിയിടാം. ഇനി എട്ടാമത്തെ ചോദ്യം എന്താ? വുളൂഇൻ്റെ സുന്നത്ത്. വുളൂഇൻ്റെ കുറേ സുന്നത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേതാണ്? മുഖം കഴുകുക, ഖിബിലക്ക് മുന്നിടുക, തലയിൽ നിന്ന് അല്പം തടവുക. അതിൽ ഈ മുഖം കഴുകലും തലയിൽ നിന്ന് അല്പം തടവലൊക്കെ വുളൂഇൻ്റെ ഫർളാണ്. അപ്പോൾ പിന്നെ ഖിബിലയിലേക്ക് മുന്നിടുക, അതാണ് സുന്നത്തായിട്ടുള്ളത്. അപ്പോൾ അത് ശരിയിടാം. ഇനി 9-ാമത്തേത് എന്താ? വുളൂഇൻ്റെ ഫർളുകൾ എണ്ണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4, 6, 5. ഇത്ര വുളൂഇൻ്റെ ഫർളുകൾ 6 എണ്ണമാണ്. ഇനി 10-ാമത്തെ ചോദ്യം എന്താ?
വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ ഓപ്ഷൻസുകൾ ഇതാ: കുളിക്കണം, കൈ കഴുകണം, വുളൂ ചെയ്യണം. ശരിയേതാണ്? കുളിക്കണം എന്നാണ്. അപ്പോൾ അതവിടെ ശരിയിടാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. പൂരിപ്പിക്കാം എന്നാണ്. ഇവിടെ 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം: ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ശാരീരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകൾ, ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഏതാ നമ്മൾ പഠിച്ചത്? നിസ്കാരം എന്നല്ല പഠിച്ചത്. അപ്പോൾ നിസ്കാരം എന്നെഴുതാം. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താ? ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ, ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ മറവി കാരണം, ഈ 2 കാരണങ്ങൾ കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്താ നമ്മൾ പഠിച്ചത്? അവൻ കുറ്റക്കാരനാവുകയില്ല എന്നല്ല പഠിച്ചത്. അവൻ കുറ്റക്കാരനാവുകയില്ല. അപ്പോൾ അങ്ങനെ എഴുതാം. ഇനി മൂന്നാമത്തത് എന്താ? നിസ്കാരത്തിൽ പെട്ടതും അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഡാഷ്. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് നിസ്കാരത്തിൽ പെടാത്തതും എന്നാണ് അല്ലേ? അപ്പോൾ അതങ്ങനെ ആക്കി വായിക്കുക. ചോദ്യം ഒന്നും ഇതാക്കിയിട്ട് നിസ്കാരത്തിൽ പെടാത്തതും എന്നാക്കുക. അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണെന്ത്? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അതാണ്, അതുകൊണ്ടാണ്. ഇനി നിസ്കാരത്തിൽ പെട്ടതാണെങ്കിൽ അത് ഫർളുകളാണ്. പിന്നെ നാലാമത്തത്: കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. നനഞ്ഞാൽ മാത്രം ഡാഷ്. എന്താണ് അവിടെ ചേർക്കേണ്ടത്? നനഞ്ഞാൽ മാത്രം. കഴുകപ്പെടുന്ന അവയവങ്ങളുണ്ടല്ലോ, മുഖം, കാല്, കൈ, ഈ അവയവങ്ങളിലൊക്കെ വെള്ളം ഒലിപ്പിക്കണം നമ്മൾ ഉളു എടുക്കുമ്പോൾ. നനഞ്ഞാൽ മാത്രം മതിയാവുകയില്ല എന്നാണ്. മതിയാവുകയില്ല, നനഞ്ഞാൽ പോരാന്നർത്ഥം. ഇനി അഞ്ചാമത്തത്: കൈകാലുകൾ കഴുകുമ്പോൾ ഡാഷ് മുന്തിക്കുക. നമ്മൾ കൈയും കാലൊക്കെ കൊടുക്കുമ്പോൾ കഴുകുമല്ലോ. അപ്പോൾ ആദ്യം ഏതാണ് ചെയ്യൽ? മുന്തിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? ഏതിനാണ്? വലതിനെ എന്നല്ലേ? വലത് കൈ ആണ് ആദ്യം കഴുകേണ്ടത്, പിന്നെയാണ് അടുത്ത്. അതേപോലെ വലത് കാലം ആദ്യം കഴുകണം, പിന്നെയാണ് അടുത്ത്. അപ്പോൾ ഇവിടെ വലതിനെ എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി: ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം: നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക്? നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും. 3 കാര്യങ്ങൾ അവിടെ വേണം. പ്രായപൂർത്തി വേണം, ബുദ്ധി വേണം, ശുദ്ധി വേണം. പിന്നെ എല്ലാ മുസ്ലിമിനും എന്ന അവസാനം വേണം. നോക്കൂ, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും എന്ന ആൻസർ എഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം: നിസ്കാരത്തിന് മുമ്പ് ശുദ്ധിയാക്കണം എന്തെല്ലാം? നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ശുദ്ധിയാക്കിയിട്ടാണ് നിസ്കരിക്കേണ്ടത്? നമ്മുടെ ശരീരം, അതേപോലെ തന്നെ നമ്മുടെ വസ്ത്രം, അതേപോലെ നിസ്കരിക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്കത് പുസ്തകത്തിലുള്ള പോലെ ഇതാണെങ്കിൽ നമ്മുടെ ശരീരം, അതേപോലെ വസ്ത്രം, പിന്നെ സ്ഥലം, ഈ 3 കാര്യങ്ങൾ അതിൽ വേണം. അതിനനുസരിച്ചിട്ടായിരിക്കും മാർക്കൊക്കെ ഉണ്ടാവുക പരീക്ഷയ്ക്ക്. പിന്നെ ഓരോന്ന് കമ്മിയാകുന്നതിനനുസരിച്ചെങ്ങാണ്ട് മാർക്കും കമ്മിയാവും എന്നുള്ളത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. പിന്നെ മൂന്നാമത്തെ ചോദ്യം: വുളൂഇൻ്റെ രണ്ടാമത്തെ ഷർത്ത് ഏത്? വുളൂഇൻ്റെ രണ്ടാമത്തെ ഷർത്ത്. 5 ഷർത്തുകളുണ്ടല്ലോ, അതിൽ രണ്ടാമത്തെ ഷർത്ത് ഏതാണ്? 1 വെള്ളം തൊഹൂറായിരിക്കൽ, 2 എന്താണ്? കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. അതാണല്ലോ രണ്ടാമത്തെ ഷർത്ത്. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. ഇനി നാലാമത്തെ ചോദ്യം എന്താ? വുളൂഇൻ്റെ നിയ്യത്ത് എങ്ങനെ? വുളൂഇന് നമ്മൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കൽ? എല്ലാവർക്കും അറിയാം. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. അങ്ങനെയുള്ള നിയ്യത്ത് വെക്കൽ. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇതാ നോക്കി നോക്കൂ, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. അങ്ങനെയാണ് വുളൂഇന് നിയ്യത്ത് ചെയ്യേണ്ടത്. ഇനി 5ാമത്തെ ചോദ്യം എന്താ? നജസല്ലാത്ത ശവങ്ങൾ ഏതെല്ലാം?
നജസല്ലാത്ത ശവങ്ങൾ. എല്ലാ ശവങ്ങളും നജസാണ്, എന്നാൽ നജസല്ലാത്ത ഒരു 3 ശവങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? മനുഷ്യൻ, അതേപോലെ തന്നെ മത്സ്യം, പിന്നെ വെട്ടുകിളി, ജറാദ് എന്നൊക്കെ പറയും. മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി, ഈ 3 സംഭവങ്ങളും ശവമായാലും ജീവൻ പോയാലും എന്തല്ല? നജസല്ല. ഇനി 4ാമത്തെ ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുള്ളത് പകർത്തി എഴുതാം എന്നാണ്. എന്താണ് എഴുതാനുള്ളത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അങ്ങനെ ചോദ്യം വന്നാൽ നോക്കിയിട്ട് കൃത്യമായി എഴുതുക. ഹർക്കത്തുകൾ, പുള്ളികൾ, ഷദ് ഇങ്ങനത്തെ ഒന്നും പോകാതെ കംപ്ലീറ്റ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്രീബാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ, അതേപോലെ ആൻസർ കീ, ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.